ജി സുധാകരന് കൈകൊടുക്കാൻ കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ കോൺഗ്രസ് പിന്തുണച്ചേക്കും. ഇന്ന് ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. വിനീത വി ജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, പിണറായി വിജയനെ തള്ളിപ്പറയാത്ത, CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാത്ത ജി സുധാകരനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് അല്ലെങ്കിൽ പിന്തുണയ്ക്കാൻ UDF തീരുമാനിക്കുകയാണോ? പ്രാദേശിക നേതൃത്വത്തിന്റെ അടക്കം എതിർപ്പ് ഉണ്ടായിരുന്നു ജി സുധാകരനെതിരെ. കഴിഞ്ഞ ദിവസം മുൻപ് അവിടെ ജി സുധാകരനെതിരെ മത്സരിച്ച സുഗതനടക്കമുള്ള ആളുകൾ അത് പറയുകയും ചെയ്തതാണ്. പിണറായി വിജയൻ മൂന്നാം ഊഴമെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളിൽ ജി സുധാകരന്റെ പ്രതികരണം വന്ന് കേട്ടതാണ്. പിണറായി വിജയനെ വിമർശിക്കാനോ അല്ലെങ്കിൽ മൂന്നാം ഊഴം അത് നല്ലതാണെന്ന് പറയുക വരെ ചെയ്തതാണ് ജി സുധാകരൻ. പാർട്ടിയിൽ അംഗത്വത്തിൽ നിന്ന് പുറത്തു വരികയും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുമ്പോൾ പോലും CPM നേതൃത്വത്തെ കടന്നാക്രമിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. CPM അദ്ദേഹത്തിനെതിരെ ആലപ്പുഴയിൽ വലിയ പ്രകടനം നടത്തി. അതിൽ അതിരൂക്ഷ വിമർശനം, വർഗവഞ്ചന, പാർലമെന്ററി ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ പാർലമെന്ററി വ്യാമോഹം എന്ന ആരോപണം അടക്കം ഉന്നയിച്ചിട്ടും കടുത്ത മറുപടികളിലേക്ക് ജി സുധാകരൻ പോയിരുന്നില്ല. ഈ ഘട്ടത്തിലും കോൺഗ്രസ് ജി സുധാകരനെ പിന്തുണയ്ക്കാൻ കൈകൊടുക്കാൻ ഒരുങ്ങുകയാണ്. വിനീത വിജി ചേരുന്നു. വിനീത, എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ? ഗോകുൽ, ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ജി സുധാകരനെ കൈകൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ കോൺഗ്രസ് പിന്തുണച്ചേക്കും. ഇന്ന് ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതേസമയം സുധാകരൻ കോൺഗ്രസിന് മുന്നിൽ ഉപാധികളൊന്നും വച്ചിട്ടില്ല എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. KC വേണുഗോപാലുമായാണ് സുധാകരൻ നേരത്തെ ചില ചർച്ചകൾ നടത്തിയതായും ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് പദവികളോ അദ്ദേഹം നിലവിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം പാർട്ടി ഒരു നിലപാടിലേക്ക് എത്താമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ജി സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നടത്തിയ ചർച്ചകളിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ നടന്നപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം ഒഴികെയുള്ള മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജി സുധാകരനെ കൈകൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം നിലവിൽ ഈ സുധാകരൻ കോൺഗ്രസിന് മുന്നിൽ ഉപാധികൾ ഒന്നും തന്നെ വെച്ചിട്ടില്ല. മന്ത്രിസ്ഥാനമോ മറ്റു പദവികളോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഒരൊറ്റ അജണ്ട മാത്രമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സലാമിനെ തോൽപ്പിക്കണമെന്നൊരു ഒറ്റ അജണ്ട മാത്രമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സുധാകരനുമായി കോൺഗ്രസ് അന്തിമഘട്ട ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ജി സുധാകരന് അമ്പലപ്പുഴയിൽ കൈകൊടുക്കാനാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വിനീത, ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജി സുധാകരൻ പിണറായി വിജയനെതിരെ ഒരു വാക്കും പറയുന്നില്ല. മാത്രമല്ല, മൂന്നാം ഊഴത്തെ പറ്റി ഉള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം പിണറായിക്ക് മൂന്നാം ഊഴം വരട്ടെ എന്നൊക്കെയുള്ള തരത്തിലുള്ള മറുപടികളാണ് പറഞ്ഞത്. അതിൽ തെറ്റില്ല എന്നൊക്കെയുള്ള മറുപടി ആദ്യ ദിവസം പറഞ്ഞത്. ഇങ്ങനെയെങ്കിൽ സുധാകരൻ കടുത്ത നിലപാട് എടുത്തില്ലെങ്കിൽ കൂടെ കൂട്ടുന്നത് അതിൽ ചിന്തിക്കേണ്ടി വരുമെന്നൊക്കെയാണ് അവിടുത്തെ പ്രാദേശിക നേതൃത്വം എതിർപ്പ് പ്രകടിപ്പിച്ചത്. അതിനെ മറികടന്നുകൊണ്ട് ജി സുധാകരനെ ഒപ്പം നിർത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുക എന്ന നിലയിലേക്ക് പോവുകയാണോ ഹൈക്കമാൻഡും KPCCയും? ഇക്കാര്യത്തിൽ പ്രാദേശിക നേതൃത്വത്തെ മറികടന്നുകൊണ്ട് ഉള്ളതല്ല. ഈ പ്രാദേശിക നേതൃത്വത്തെ കൂടി വിശ്വാസതയിൽ എടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പ്രാദേശിക നേതാക്കളുമൊക്കെയായി ആശയവിനിമയം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനേക്കാൾ നല്ലത് ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതാണ് എന്നാണ് നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നത്. ഈ ഇത്തരത്തിലേക്കുള്ള ഒരു ധാരണയിലെത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാദേശിക നേതാക്കളുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ സുധാകരനെ പിന്തുണയ്ക്കുന്ന കാര്യമടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രസ്താവനയിലേക്കോ അല്ലെങ്കിൽ ഒരു അന്തിമ ഘട്ടത്തിലേക്കോ ഇപ്പോൾ പോകേണ്ടതില്ല. സുധാകരൻ ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതായിരുന്നു നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ സുധാകരൻ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും അദ്ദേഹം രംഗത്തെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് സുധാകരന്റെ ചില പരാമർശങ്ങൾ അത് പ്രാദേശിക ഘടകത്തെ അടക്കം വലിയ വിയോജിപ്പിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒക്കെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക മേഖലകളിൽ നിന്ന് ചില എതിർപ്പടക്കം ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഏതാണെങ്കിലും ആ എതിർപ്പൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാദേശിക ഘടകവുമായി നേതൃത്വം സംസാരിച്ചിരിക്കുകയാണ്. സുധാകരന് നിലവിൽ കൈകൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ സുധാകരൻ കോൺഗ്രസിന് മുന്നിൽ മറ്റു ഉപാധികളോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ മറ്റ് അത്തരത്തിലേക്കുള്ള ആവശ്യങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടില്ല. സലാമിനെ തോൽപ്പിക്കണം എന്നൊരു ഒറ്റ അജണ്ട മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ സുധാകരനുമായി സംസാരിച്ചു. അങ്ങനെ KC വേണുഗോപാലിന്റെ കൂടി നേതൃത്വത്തിലാണ് ഈ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ
അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.